പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പരിശുദ്ധ സഭ ഇപ്പോൾ കെംദ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കെംദ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും, പ്രത്യേകിച്ച് മരണത്തിൽ നിന്നുള്ള ഉയർപ്പിൻ്റെയും കാലഘട്ടമാണ്. പരിശുദ്ധ സഭ പ്രധാനമായി 2 കാലഘട്ടങ്ങളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന് കെംദായുടെ പ്രാർത്ഥനയുടെയും കാലഘട്ടം, 2 സ്ലീബായുടെ കാലഘട്ടം. മനുഷ്യൻ്റെ ജീവിതത്തിൽ കുരിശിൻ്റെ വഴികളുണ്ട്, സ്ലീബായുടെ കാലഘട്ടമുണ്ട്. എന്നാൽ ഏത് സ്ലീബായുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയാലും അവന് കെംദായുടെ ഒരു കാലഘട്ടം, പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു കാലഘട്ടമുണ്ടെന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് അനുതപിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ടാണ് അനുതാപം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ കർത്താവ് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ദൈവം കരുണയിലേക്കാണ് വിളിക്കുന്നത്. അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? റോമാലേഖനം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഉയർപ്പിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കരുണയുടെ കാലയളവാണെന്ന് പഠിപ്പിക്കാറുണ്ട്, പ്രബോധിപ്പിക്കാറുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ കരുണ? പാപത്തിൽ വീണിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള അവകാശമാണ് കരുണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരുണയ്ക്ക് ആരാണ് അർഹനായി തീരുന്നത്? കരുണയ്ക്ക് ഒരു മനുഷ്യൻ അർഹനായി തീരണമെങ്കിൽ അവൻ്റെ യോഗ്യത ആശ്രയമാണ്. ദൈവത്തിലുള്ള ആശ്രയമാണ്, ആശ്രയത്വ ബോധമാണ് ഒരു മനുഷ്യൻ്റെ കരുണയുടെ അടിസ്ഥാനം, അഥവാ കരുണയിലുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. പലപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധിയിലും കഴിവിലും നമ്മുടെ പ്ലാനിങ്ങിലൊക്കെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കരുണയ്ക്ക് അത്രമാത്രം ഒരു പ്രാധാന്യം അവന് ആവശ്യമായി തോന്നുകയില്ല. എപ്പോഴാണ് കരുണ ആവശ്യം വരുന്നത്? അർഹതയില്ലാത്ത ദാനമാണ് കരുണയെക്കുറിച്ച് പറയുന്ന ഒരു ഡെഫിനിഷൻ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് എല്ലാ മനുഷ്യരും യോഗ്യരാണ്. പക്ഷേ എല്ലാവർക്കും കരുണ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ മഴ പെയ്യ്ക്കുന്നവനാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരുണ ആസ്വദിക്കാനായിട്ട്, ആ കരുണയിൽ ആനന്ദിക്കാനായിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ പലർക്കും സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ യേശുവിൻ്റെ 2 ശിഷ്യന്മാരെ ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ആർക്കാണ് കരുണയ്ക്ക് അർഹത ലഭിക്കുന്നത്? യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ 3.5 വർഷക്കാലം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ശിഷ്യന്മാരിലാണ്. അവൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് തന്നെ തൻ്റെ കൂടെ ആയിരിക്കാൻ, സുവിശേഷം പഠിപ്പിക്കുവാൻ, അഥവാ പിതാവിൻ്റെ ഹിതം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ സഭയുടെ സ്ഥാപനം, ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പെല്ലാം മർക്കോസിന് സുവിശേഷം 3:13 നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിന് ഈ അപ്പോസ്തലന്മാരെ മുഴുവൻ പഠിപ്പിക്കാനായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ: താൻ സ്നേഹമാണെന്ന് പഠിപ്പിക്കുക. ദൈവം സ്നേഹമാണെന്നും ദൈവം കരുണയാണെന്നും പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് പലപ്പോഴും മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല. അവർ ഭീഷണിയുടെയും ശിക്ഷയുടെയും ദൈവമായിട്ടാണ് പലപ്പോഴും കണ്ടത്. കൽപ്പനകൾ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശിക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഭീതിയിലാഴ്ത്തുന്ന, അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവമായിട്ടാണ് പലപ്പോഴും ദൈവത്തെ അവർ കണ്ടത്. ഈ കാലഘട്ടത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുണയേക്കാൾ കൂടുതൽ ഭയത്തിലാണ് പലരും ദൈവത്തെ കാണുന്നത്. അപ്പോൾ യേശു ഈ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: ഈ ഭൂമിയിൽ മനുഷ്യനോട് വസിക്കുവാൻ, അവൻ്റെ പാപങ്ങൾ പൊറുത്ത്
അവനോട് പാപമോചനം കൊടുത്ത് കരുണയിൽ ആനന്ദിക്കുന്നവനാണ് ഞാൻ. ഈ ഒരു ഡെഫിനിഷനാണ് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. നീ ആരാണെന്ന് മോശ ചോദിക്കുമ്പോൾ പാപം മോചിപ്പിക്കുന്നവൻ ആനന്ദിക്കുന്നവനെന്നാണ് ദൈവം മോശയ്ക്ക് കൊടുത്ത വെളിപാട്. ശിഷ്യന്മാരെയും ക്രിസ്തു തന്നെ പഠിപ്പിച്ചത് പാപങ്ങൾ മോചിപ്പിച്ചു കൊടുക്കുന്ന ക്രിസ്തു. യോനായുടെ സംഭവത്തിലും ഈ പാപത്തിൻ്റെ മോചനത്തിൽ ആനന്ദിക്കുന്നവനെന്നാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ബൈബിളിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, മനുഷ്യൻ്റെ പാപം ഓർത്തിരിക്കാൻ എനിക്കിഷ്ടമല്ല, അവനോട് ക്ഷമിച്ച് അവനോട് കരുണ കാണിക്കുക. അപ്പോൾ ഈ കരുണ ആനന്ദിക്കാൻ സാധിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത നമ്മൾ അനുഭവിക്കുന്നത്. യേശുവിൻ്റെ കുരിശുമരണം, യേശുവിൻ്റെ പീഡാനുഭവം, യേശുവിലുള്ള വിശ്വാസം എനിക്ക് അനുഭവമായി തീരുന്നത് അവൻ എനിക്ക് തന്ന പാപമോചനം ഞാൻ അനുഭവിക്കുമ്പോഴാണ്, ആസ്വദിക്കുമ്പോഴാണ്. കാരണം പാപമോചനം കിട്ടുന്നൊരു വ്യക്തിക്ക് മാത്രമാണ് യേശുവിനോട് സ്നേഹം ഉണ്ടാവുകയുള്ളൂ. അറിവുണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറേ ബോധ്യങ്ങളുണ്ടായതുകൊണ്ടോ സ്നേഹം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാപിനിയായ സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് പാപമോചനത്തിൻ്റെ ഒരു അനുഭവം ക്രിസ്തുവിലൂടെ ലഭിച്ചപ്പോഴാണ് അവൻ്റെ കല്ലറ തേടി അവൾ എത്തിയതും ആ തേടലിലൂടെ യേശു അവളോട് സംസാരിച്ച് അപ്പോസ്തലന്മാരോട് തൻ്റെ സുവിശേഷം അറിയിക്കാൻ ഈ സ്ത്രീയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. സത്യത്തിൽ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് സുവിശേഷം പ്രസംഗിക്കാനാണ്. പക്ഷേ പത്രോസിനോടൊക്കെ നീ പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞത് ഈ സ്ത്രീയോടാണ്. അതെന്തുകൊണ്ടാണ്? പാപമോചനത്തിൻ്റെ കരുണ ആനന്ദിച്ച് അനുഭവിച്ചൊരു വ്യക്തിക്ക് മാത്രമാണ് സുവിശേഷം പറയാനുള്ള ധൈര്യം, സുവിശേഷം പറയാനുള്ള ബലം, അതിനുള്ള തീഷ്ണതയുണ്ടാകുകയുള്ളൂ. നമുക്ക് ഇന്ന് പലപ്പോഴും സുവിശേഷം പറയാനുള്ള ധൈര്യമില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന ജോലിക്കാരായിക്കോട്ടെ, നമ്മുടെ മക്കളായിക്കോട്ടെ, സമൂഹമായിക്കോട്ടെ, ക്രിസ്തു സ്നേഹമാണെന്ന് പറയാനും ദൈവം കരുണയുള്ളവനാണെന്ന് പറയാനുള്ള ധൈര്യം നമുക്കില്ല. അതിൻ്റെ കാരണം എന്താണ്? അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കരുണയും സ്നേഹവും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതെങ്ങനെയാണ് സാധിക്കുന്നത്? യേശു ഈ ശിഷ്യന്മാരെ മുഴുവൻ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ പാപമോചനം കൊടുത്തപ്പോഴാണ് പലർക്കും ഇടർച്ചയുണ്ടായത്. ഇവൻ എന്ത് അധികാരം കൊണ്ടേ പാപം മോചിപ്പിക്കുന്നത്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിപ്പിക്കാൻ പറ്റുക? അപ്പോൾ യേശു പറയുന്നുണ്ട്, മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് ആ മനുഷ്യനോട് കിടക്കെടുത്ത് പൊക്കോളാൻ പറയുകയാണ്. അപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന പലർക്കും യേശു പാപമോചനം കൊടുക്കുന്നുണ്ട്. ഒരിക്കൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നിയമപ്രകാരം ആളുകൾ അവൻ്റെ അടുക്കൽ എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ നിയമപ്രകാരമുള്ള മോചനമാണ് കൊടുക്കേണ്ടത്. പക്ഷേ യേശു അവിടെ നിയമപ്രകാരമുള്ളൊരു മോചനം കൊടുത്തായിട്ടല്ല പറയുന്നത്. അവൻ നോട്ടം കൊണ്ട് പോലും കുറ്റപ്പെടുത്താതെ നിലത്ത് കുനിഞ്ഞെഴുതിക്കൊണ്ടിരുന്നു. അവളോടൊരു കാര്യം പറഞ്ഞോളൂ, സ്ത്രീയെ നിന്നെ ആരും വിധിച്ചില്ലേ? ഞാനും വിധിക്കുന്നില്ല. മേലിൽ പാപം ചെയ്യരുത്, പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ഇതൊരു സമൂഹത്തിൻ്റെ മുമ്പാകെ നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ ആരുണ്ട്? ശിഷ്യന്മാരുണ്ട്. അപ്പോൾ ഈ ശിഷ്യന്മാരിൽ പത്രോസുമുണ്ട്, യൂദാസുമുണ്ട്, സകല അപ്പോസ്തലന്മാരുമുണ്ട്. അവരോട് ക്രിസ്തു പഠിപ്പിച്ച പാഠം എന്താണ്? പത്രോസിനറിയാം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു വ്യക്തിയോട്, പാപത്താൽ പിടിക്കപ്പെട്ട, ശിക്ഷിക്കപ്പെട്ട, പാപത്തിൻ്റെ ഭാരമായി കല്ലേറുകളാൽ എറിയപ്പെടുന്ന ഒരു വ്യക്തിയോട് ക്രിസ്തുവിൻ്റെ നിലപാട് ക്രിസ്തു പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. നോട്ടം കൊണ്ട് പോലും കുറ്റപ്പെടുത്താതെ ഞാൻ അവനെ വെറുതെ വിട്ടേക്കും. ഇത് ശിഷ്യന്മാർക്കുള്ളൊരു പാഠമാണ്. കാരണം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. യേശു ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞു, ഞാനെങ്ങനെ നിന്നെ തള്ളിപ്പറയാനാണ്? ഞാനൊരിക്കലും നിന്നെ തള്ളിപ്പറയില്ല. ഒരുപക്ഷെ അവൻ്റെ ഒരു കോൺഫിഡൻസ് ഈ കാര്യത്തിൽ ഇച്ചിരി കൂടുതലായിരിക്കും. കാരണം അവന് വേണമെങ്കിൽ മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് പലതും യേശുവിനോട് അവകാശപ്പെടാൻ സാധിക്കും. യേശുവേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് ഞാനല്ലേ? ഈ സഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞത് നീ എന്നോടല്ലേ പറഞ്ഞ്? ഞാൻ എങ്ങനെയാണ് നിന്നെ തള്ളി പറയുക? അതല്ലെങ്കിൽ ശിഷ്യന്മാരെല്ലാം വള്ളത്തിൻ്റെ മേലിരുന്നപ്പോൾ ഞാൻ വെള്ളത്തിലൂടെ നടന്നവനാണ്, എനിക്കെങ്ങനെയാണ് നിന്നെ തള്ളി പറയാൻ സാധിക്കുക? അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും വരുമായിരുന്നു, ഞാൻ നിന്നെ കൂടാതെ ഒരു പരിപാടിക്കും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് കർത്താവ് നിന്നെ തള്ളി പറയുമെന്ന് പറയുന്നത്? എനിക്കങ്ങനെ തോന്നുന്നില്ല, ഞാൻ നിന്നെ തള്ളി പറയില്ല. അതവൻ്റെ ഒരു ആത്മവിശ്വാസമാണ്.
പക്ഷേ യേശു പറഞ്ഞു, നീ എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ യൂദാസിനെക്കുറിച്ചും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഉറ്റുകൊടുക്കുന്നവൻ ആരാണ്? അപ്പം മുക്കി കൊടുക്കുന്നവനാണ്. ഇതെല്ലാം കർത്താവ് നേരത്തെ പ്രവചിച്ചുവെങ്കിലും ശിഷ്യന്മാർക്ക് അവൻ പഠിപ്പിച്ചൊരു പാഠം ഇത് മാത്രമാണ്. നിങ്ങൾക്ക് തെറ്റുപറ്റും. നിങ്ങൾക്ക് നാളെ തെറ്റുപറ്റിയാൽ എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. കാരണം എനിക്ക് പാപിയോടുള്ള നിലപാട് നിങ്ങൾ പഠിച്ചിരിക്കണം. കുഷ്ഠരോഗിയോട്, പാപിനിയോട്, എല്ലാ പാവപ്പെട്ട മനുഷ്യരോടും സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരോടും യേശു എടുത്ത നിലപാട് ശിഷ്യന്മാർ മനസ്സിലാക്കണം, പഠിക്കണം. കാര്യമെന്താണ്? തള്ളിക്കളയുമ്പോൾ തിരിച്ചു വരാനായിട്ടൊരു വഴിയാണ് ക്രിസ്തു എന്ന് നിങ്ങൾ ലോകത്തിന് പഠിപ്പിക്കണം. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഈ പഠനങ്ങളെല്ലാം ശിഷ്യന്മാർക്ക് നൽകി. ഇനി പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു. തള്ളിക്കളയില്ലെന്ന് പറഞ്ഞിട്ടും അവൻ തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറഞ്ഞതിന് ശേഷം അവൻ എന്താണ് ചെയ്തത്? നമ്മുടെ സുവിശേഷം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗവും മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗവും വായിക്കുമ്പോൾ 2 ശിഷ്യന്മാരുടെയും വീഴ്ചകൾ നമുക്ക് മനസ്സിലാകും. പത്രോസിൻ്റെ വീഴ്ചയും യൂദാസിൻ്റെ വീഴ്ചയും. പത്രോസിൻ്റെ വീഴ്ചയിൽ അവനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും അവൻ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സുവിശേഷം മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു അവനെ കുറ്റപ്പെടുത്താനായിട്ട് നോക്കുന്നവനാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പാപിനിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് അവളുടെ മുഖത്ത് നോക്കാൻ പോലും, നോട്ടം കൊണ്ട് പോലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ക്രിസ്തു പത്രോസിനോട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, തള്ളി പറയുമെന്ന് പറഞ്ഞതല്ലേ, ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല. പിന്നെ എന്തായിരിക്കും പിന്നീട് കർത്താവിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം? ആ നോട്ടത്തിൻ്റെ അർത്ഥം ഇത്രയായിരിക്കും. അത് പത്രോസിൻ്റെ അനുതാപത്തിൻ്റെ നിലവിളിയാണ്. പത്രോസിന് വീഴ്ച വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് നിലവിളിച്ചു, കർത്താവേ, സത്യമാണ്, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ എപ്പോൾ വേണമെങ്കിൽ നിന്നെ തള്ളിപ്പറയാം. നിന്നെ കൊണ്ടുപോകുകയാണ്. മരിക്കുന്നതിന് മുമ്പ് നീ എന്നോട് നോക്കിയിട്ട്, എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്കൊന്ന് പറയാനൊരു അവസരം താ. നീ പറഞ്ഞത് ശരിയാണ് കർത്താവേ, നിന്നെ എപ്പോൾ വേണം എനിക്ക് തള്ളിപ്പറയാനുള്ള സാധ്യതയുണ്ട്. ഈ നിലവിളിയാണ് അവൻ്റെ അനുതാപം എന്ന് പറയുന്നത്. എന്നാൽ യൂദാസിനെ സംബന്ധിച്ച് തെറ്റ് പറ്റിക്കഴിഞ്ഞു. അവനെ സംബന്ധിച്ച് അവന് തെറ്റ് മനസ്സിലാക്കി. അവൻ അതിനെക്കുറിച്ച് ദുഃഖിച്ചു. ഈ പണം കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊണ്ടുപോയി എറിയുന്നു. അവൻ പരസ്യമായിട്ട് പാവം ഏറ്റുപറയുന്നുണ്ട്, ഞാൻ കുറ്റമില്ലാത്ത ഒന്നിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ സത്യത്തിൽ ഇവൻ്റെ ഈ പ്രവർത്തികളൊന്നും അവന് ദൈവത്തിങ്കിലേക്ക്, അവന് ക്രിസ്തുവിലേക്ക് വരാൻ പറ്റിയില്ല. അവൻ നോക്കിയത് അവനിലാണ്. അവനെടുത്ത തീരുമാനം ഇതാണ്: ഞാൻ അവൻ്റെ ശിഷ്യനായിരുന്നു, ഞാൻ അവൻ്റെ കൂടെ നടന്നവനായിരുന്നു, ഞാൻ അവൻ്റെ ട്രസ്റ്റിയായിരുന്നു, ഞാൻ അവൻ്റെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്തവനായിരുന്നു. പക്ഷേ ഞാൻ അവനെ ഒറ്റുകൊടുത്തതുകൊണ്ട് എനിക്കിനി ജീവിക്കാനുള്ള അർഹതയില്ല, അവൻ്റെ കൂടെ ജീവിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കുന്നു. ഇന്ന് നമ്മളിൽ ക്രിസ്ത്യാനികളിലായി നമുക്ക്, അല്ലെങ്കിൽ സുവിശേഷം കേട്ടവർക്ക്, വചനം കേട്ടവർക്ക്, ക്രിസ്തുവിലേക്ക് വന്ന നമ്മളിൽ പലർക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. പല പുരോഹിതന്മാരും നഷ്ടപ്പെട്ടു പോകാൻ കാരണം വചനം പഠിപ്പിക്കുന്നവർ, വചനപ്രഘോഷകർ, സൺഡേ സ്കൂൾ അധ്യാപകർ, അതല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ പറയും, ഞാൻ നേരത്തെ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിനോട് നല്ല ഭക്തി ഉണ്ടായിരുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് എന്നും പോകുമായിരുന്നു, ഇപ്പോൾ എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല, ഞാൻ നന്നാകാൻ സാധ്യതയില്ല, ഞാനൊരു പാപിയാണ്, ധ്യാനം കൂടിയിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, എൻ്റെ ആധ്യാത്മികത ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ആധ്യാത്മികത ഞാൻ തന്നെ തീരുമാനിച്ചാൽ അത് വിജയമല്ല. ഇതാണ് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നിൻ്റെ വീഴ്ചകളും നിൻ്റെ താഴ്ചകളെല്ലാം നിന്നെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് ഓടി വിളിക്കുന്ന, അടുപ്പിക്കുന്ന ഒരു സ്നേഹമാണ്. അല്ല, നിന്നെ ശിക്ഷിച്ചതല്ല, പണിഷ്മെൻറ്റ് ചെയ്തതല്ല. നീ തിരിച്ചറിയുക. യൂദാസിനോടും ക്രിസ്തുവിനും ഒരേ നിലപാടാണ് പറയാനുള്ളത്. യൂദാസേ, നീ നോക്കുക, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. നീ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ഞാനായിരിക്കും. ഒരു പക്ഷേ പിതാവായ ദൈവം യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ യൂദാസ് ചെയ്ത പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് കർത്താവായിരിക്കും. എൻ്റെ കാര്യം എന്താണ്? മനുഷ്യൻ ചെയ്ത പാപത്തിന്
പരിഹാരം ചെയ്യാൻ വേണ്ടി വന്ന ഈ ദൈവബന്ധം, ക്രിസ്തുവും ദൈവവുമായിട്ടുള്ള ആ ബന്ധം, ആ സ്നേഹം അവൻ മനസ്സിലാക്കിയാണ് യൂദാസ് തെറ്റ് ചെയ്ത് അവൻ്റെ വഴിക്ക് പോകുമ്പോൾ അനുതാപമില്ലാതെ ക്രിസ്തുവിൽ ആശ്രയിക്കാതെ അവനിൽ തന്നെ ആശ്രയിച്ച് അവൻ്റെ ബോധത്തെയും അവൻ്റെ യുക്തിയെയും അവൻ്റെ ആധ്യാത്മികത അവൻ തന്നെ തീരുമാനിച്ച് അവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ക്രിസ്തു ഒരുപക്ഷെ നിലവിളിക്കുമായിരിക്കും, പിതാവേ, ഈ ഭൂമിയിലേക്ക് അങ്ങയുടെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടി വന്നിട്ട് ഈ ശിഷ്യൻ ഇത് മനസ്സിലാകാതെ പോയാൽ ഇതാ ഈ കുരിശുമരണം തന്നെ ഒരു പരാജയമായി പോകുമോ? അപ്പോൾ അനുതപിക്കാതെ പശ്ചാത്തപിക്കാതെ ഒരു ക്രിസ്ത്യാനി, ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇന്നും ക്രിസ്തുവിൻ്റെ നിലവിളി ഇതായിരിക്കും, പിതാവേ, ഈ കുരിശുമരണത്തിലൂടെ നേടിയ ഈ സ്നേഹം അത് വെറുതെയായി പോകുമോ ഇവൻ നഷ്ടപ്പെട്ടു പോകുന്നതിലൂടെ? ഞാൻ പലപ്പോഴും ദുഃഖവെള്ളിയാഴ്ചയൊക്കെ യേശുവിൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സത്യത്തിൽ ഈ ക്രിസ്തുവിൻ്റെ കുരിശിൽ കിടന്നുകൊണ്ടുള്ള അവൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രതികരണമാണ് കുരിശിൻ്റെ 7 വചനങ്ങളെന്ന് പറയുന്നത്. അവൻ ആദ്യം തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ലോകത്തോട് മുഴുവൻ ക്ഷമിക്കാനായിട്ട് പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കൊണ്ട് ഇവർ ക്ഷമിക്കണമേ. സത്യത്തിൽ ഈ യൂദാസ് അവൻ ചെയ്ത പ്രവൃത്തി ഓർത്തായിരിക്കും ഏറ്റവും കൂടുതൽ കർത്താവിന് വേദന ഉണ്ടാകുക. ഒരു പക്ഷേ പിതാവിനോട് യേശു ആവശ്യപ്പെടുന്നതായിരിക്കാം, പിതാവേ, ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് മുമ്പെങ്ങാനും യൂദാസ് അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും അബദ്ധങ്ങളെല്ലാം കാണിച്ച് അങ്ങയുടെ അടുക്കലേക്കാണ് വരുന്നതെങ്കിൽ അവനോട് ക്ഷമിക്കണമേ, അറിവില്ലായ്മയാണ്. യേശു കുരിശിൽ കിടന്നുകൊണ്ട് ശിഷ്യന്മാരെ, പ്രത്യേകിച്ച് യോഹന്നാനെ നോക്കി, അമ്മയെ നോക്കി പരസ്പരം ഒരു ഏൽപ്പിക്കലുണ്ട്. ഒരുപക്ഷെ യൂദാസിനെക്കുറിച്ചാണോ ചിന്തിച്ചത്? ഈ യൂദാസ് 12 പേരിൽ ഒരുവനായിരുന്നു. അവർക്ക് കിടക്കാനൊരു സ്ഥലം യേശുവിൻ്റെ കൂടെയായിരുന്നു. അവരൊരുമിച്ച് താമസിക്കുമായിരുന്നു. ഒറ്റുകൊടുത്തു എന്ന പേരിൽ ബാക്കി 11 പേരും ഈ കുരിശുമരണത്തിന് ശേഷം ഒന്നിച്ചു കൂടുമ്പോൾ ഈ മകനെ തള്ളിക്കളയാതിരിക്കാൻ വേണ്ടി അമ്മയോട് പറയുകയാണ്, മോൻ വന്നാൽ അവനെ തള്ളിക്കളയരുത്, അവന് വേണ്ടി ഒരു ഭവനം വെച്ചേക്കണം. നിൻ്റെ മകനെന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നവൻ തിരിച്ചു വന്നാൽ അവനെ സ്വീകരിക്കണം അമ്മേ. അത് സഭയോടാകാൻ പറയുന്നത്. നഷ്ടപ്പെട്ടു പോകുന്നവനെ അവൻ തിരിച്ചു വരുമ്പോൾ തള്ളിക്കളയരുതെന്ന സന്ദേശം, സുവിശേഷം. ഒരുപക്ഷെ കുരിശിൽ കിടന്നുകൊണ്ട് യേശു കൂടെയുള്ള കള്ളന് പാപമോചനം കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ യൂദാസ് കേൾക്കാനായിരിക്കാം. യൂദാസിനോട് ചിലപ്പോൾ പറയുമായിരിക്കും, യൂദാസേ, ഈ കൂടെ കിടക്കുന്നവൻ, അവനെ ഞാൻ അപ്പോസ്തല സ്ഥാനത്തേക്ക് വിളിച്ചിട്ടില്ല, ഞാൻ അവന് അത്ഭുതം കാണിച്ചു കൊടുത്തിട്ടില്ല, അടയാളം കാണിച്ചു കൊടുത്തിട്ടില്ല, പക്ഷെ അവൻ എന്നെ വിശ്വസിക്കുന്നുണ്ട്, അവൻ അവൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് അനുദപിക്കുന്നുണ്ട്. അവൻ പറയുന്നൊരു വാക്കില്ലേ, നമ്മളൊക്കെ നമ്മുടെ തെറ്റിൽ നമ്മൾ ശിക്ഷയ്ക്ക് അർഹരാണ്, പക്ഷേ ഈ കുരിശിൽ കിടക്കുന്നവൻ ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല, അഥവാ ദൈവം ശരിയാണ്, തെറ്റ് നമുക്കാണ്. ഈ തിരിച്ചറിവാണ് അനുതാപത്തിൻ്റെ ആദ്യപടി. ഈ ബോധം ഇവന് കിട്ടിയപ്പോൾ യേശു പറയുകയാണ്, യൂദാസേ, നോക്ക്, എൻ്റെ കൂടെ കിടക്കുന്ന ഇവന് ഞാൻ പറുദീസ കൊടുക്കുമെങ്കിൽ നീ എൻ്റെ ശിഷ്യനല്ലേ, എൻ്റെ എന്തോ ഒരു അത്ഭുതങ്ങൾ അടയാളങ്ങൾ നീ കണ്ടതാണ്, നീ എങ്ങാനും ഈ കുരിശിൻ്റെ ചുവട്ടിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ യൂദാസേ, എനിക്കും ഇവനോടെടുത്ത നിലപാടല്ലേ എനിക്ക് നിന്നോടെടുക്കാൻ പറ്റുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ഒരുവനെ ഓർത്താണ് സ്വർഗം കരയുന്നത്. പലപ്പോഴും ഈ കാലയളവിൽ പല ചിത്രങ്ങളിൽ നിന്നും കുരിശുകളിൽ നിന്നും ഒക്കെ അടയാളങ്ങൾ, കണ്ണുനീരുകളൊക്കെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പാപിക്ക് വേണ്ടി നിലവിളിക്കുന്ന ക്രിസ്തുവിൻ്റെ കണ്ണുനീരാണത്. ഓരോ വിശുദ്ധർക്കും കാലഘട്ടത്തിൽ ദൈവം കൊടുക്കുന്ന വെളിപാടുകൾ, ലോകത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, അനുതാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ സഭയുടെ പ്രാർത്ഥനകളെല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. എല്ലാം കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. എല്ലാം ലോകത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. കൗമാകളും യാമപ്രാർത്ഥനകളെല്ലാം ദൈവമേ കരുണയായിരിക്കണമേ. റോമാലേഖനം 2:4 വീണ്ടും പറയുന്നു, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവൻ്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള യോഗ്യത ഒരു പാപിക്കാണ്. ദൈവത്തിൻ്റെ കരുണയുടെ അവകാശി, അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പാപിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ഏത് പാപമേഖലകളായിക്കോട്ടെ, നിരാശപ്പെടാതെ ഞാൻ ഇനി നന്നാകില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നോർത്ത്
കുറ്റബോധത്തിന് അടിമപ്പെട്ട് ജീവിക്കാതെ, യൂദാസിനെ പോലെ നഷ്ടപ്പെട്ടു പോകാതെ, പത്രോസിനെ പോലെ നമുക്ക് പറയാൻ സാധിക്കണം. ബൈബിളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സംഭാഷണമുണ്ട്. യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തിലാണ്. പത്രോസിനെ കണ്ട് യേശു ചോദിക്കുന്നുണ്ട്, നീ ഇവരെക്കാളധികം എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ മറുപടി എന്താണ്? ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3-ാം പ്രാവശ്യം ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ കരഞ്ഞുവെന്നാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ആ കരച്ചിലിൻ്റെ അർത്ഥം? ആ കരച്ചിലിൻ്റെ അർത്ഥം അനുതാപത്തിൻ്റെ കണ്ണുനീരാണ്. എന്താണ് അനുതാപത്തിൻ്റെ കണ്ണുനീർ? അത് എനിക്കും നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഞാൻ വചനം കേൾക്കുന്നവനും വചനം പറയുന്നവനുമാണ്. ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപകനാണ്, ഞാനൊരു വീട്ടമ്മയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ്, വചനത്തിൽ ആശ്രയിക്കുന്നവനാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇതാണ് ആ പ്രഖ്യാപനം. പത്രോസ് നമുക്ക് വേണ്ടി പറയുകയാണ്, ഇവരെക്കാളധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ എല്ലാവരേക്കാളധികം നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. പക്ഷേ നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. എനിക്ക് നിന്നെ സ്നേഹമാണ് കർത്താവേ. എനിക്ക് കൈക്കൂലി വാങ്ങാതിരിക്കണമെന്നും നുണ പറയാതിരിക്കണമെന്നും പാപം ചെയ്യാതിരിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ നിലവിളിയാണ് പത്രോസ് പറഞ്ഞത്. ആ തള്ളിപ്പറച്ചിലിന് ശേഷം ആ കണ്ണുകൊണ്ടുള്ള അവൻ്റെ നോട്ടത്തിൽ അവൻ പറഞ്ഞ വാക്കിതാണ്, നീ പറഞ്ഞത് ശരിയാണ്, നിന്നെ ഞാൻ എപ്പോൾ വേണമെങ്കിൽ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്, നിൻ്റെ കരുണയ്ക്ക് ഏറ്റവും അർഹൻ ഞാനാണ്. സ്നേഹമുള്ളവരെ, സ്വയം വിധിച്ചും പഴിച്ചും കുറ്റപ്പെടുത്തിയും ജീവിക്കാതെ അവൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ കരുണയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും കരുണയായിരിക്കണമേ. പാപത്തിൽ വീണു പോകുമ്പോൾ പശ്ചാത്തപിച്ച് നിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. Bye.